السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ ദീനിൻ്റെ ഒരു ഭാഗമാക്കി. അഥവാ നമ്മളുടെ വിശ്വാസം, നമ്മളുടെ കർമ്മങ്ങൾ, നമ്മളുടെ സ്വഭാവം, വേഷവിധാനം, നമ്മളുടെ കച്ചവടം, കൊടുക്കൽ വാങ്ങലുകൾ, ഇടപാടുകൾ, ക്രയവിക്രയങ്ങൾ, നമ്മുടെ സംസാര ശൈലി പോലും മുഹമ്മദുർ റസൂലുള്ളാഹിയെ പോലെയാവണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മുടെ മാതൃക. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അതുകൊണ്ട് തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചിട്ടില്ലാത്ത, പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യത്തിന് പറയുന്ന പേരാണ് ബിദ്അ. ബിദ്അത്തുകളോടുള്ള അഹ്ലുസുന്നയുടെ നിലപാട് എന്താണ്? ബിദ്അത്തിനോടുള്ള അഹ്ലുസുന്നയുടെ നിലപാട്, ആ ബിദ്അത്തുകൾ ഒരാളുടെ അമലുകളെ ബാത്തിലാക്കി കളയുന്ന അതിഗൗരവകരമായ വിഷയമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസറിന്റെ മുന്നിൽ വെച്ച് സുഹ്ഖൻ സുഹ്ഖ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം ഞാൻ പഠിപ്പിച്ച ദീൻ വികലമാക്കിയവരെ ദൂരെ പോ എന്ന് പറയുന്ന അപകടകരമായ അവസ്ഥക്ക് കാരണമാകുന്ന പാപമാണ് ബിദ്അ. ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാര്, ഷിയാക്കള് ബിദ്അത്തുകളെ സുന്നത്തുകളായി ചിത്രീകരിച്ച് ഉമ്മത്തിൻ്റെ ആത്മീയതയെ ചൂഷണം ചെയ്യുന്നൊരു വിഭാഗമാണ്. അതേ ഒരു മുഖത്തോടുകൂടി, അതേന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു വ്യത്യാസവുമില്ലാതെ കാണേണ്ടുന്ന മറുവിഭാഗവുമാണ് നമ്മുടെ നാട്ടിലുള്ള തബ്ലീഗ് ജമാഅത്ത്. സുന്നത്തിൻ്റെ വക്താക്കളാണെന്ന് പറയും. വേഷത്തിൽ, ചിലപ്പോൾ കോലത്തിൽ, സംസാര ശൈലിയിൽ, ഭാഷയിൽ ഒരുപക്ഷെ വളരെ നല്ല സുന്നത്തുമായി യോജിച്ച രീതിയൊക്കെ കാണാം. പക്ഷേ വിശ്വാസപരമായി, കർമ്മപരമായി ഷിയാക്കൾ എങ്ങനെയാണോ ബിദ്അത്തുകളെ സുന്നത്തുകളായി തെറ്റിദ്ധരിച്ച് ചെയ്യുന്നത്, അതുപോലെയാണ് തബ്ലീഗ് ജമാഅത്തും. എന്തുകൊണ്ടറിയോ? നിലപാടില്ല, പ്രമാണവുമായി ബന്ധമില്ല. ചെയ്യുന്ന അമലുകൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതാണോ, സഹാബാക്കൾ ചെയ്ത് റസൂലുള്ളാഹി അംഗീകരിച്ചതാണോ? നോട്ടവുമില്ല, ചോദ്യവുമില്ല. എന്താണെങ്കിലും നേതാക്കന്മാർ പറയുക, ചെയ്യുക. ഇതാണ് തബ്ലീഗ് ജമാഅത്ത്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ സാധാരണ തബ്ലീഗിൻ്റെ കോളേജ് ഇതൊരു കാപട്യമാണ്, നിഫാഖാണ്. തബ്ലീഗിൻ്റെ കോളേജിൽ ഓതി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ കിതാബുകളിൽ പഠിക്കുന്നത് ഫർദ് നിസ്കാരത്തിന് ശേഷം ഇമാമിന് ഏറ്റവും അഫ്ദലായിട്ടുള്ളത് മുസല്ലയിൽ നിന്നും എഴുന്നേറ്റ് പോവലാണ്. അതാണ് അഫ്ദൽ, അതാണ് നിയമം, അതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ന. ഇത് പഠിപ്പിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് അടുത്ത വക്തിന് തബ്ലീഗ് മർക്കസുകളിൽ, തബ്ലീഗിൻ്റെ അറബിക് കോളേജുകളിൽ, പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം നടന്നതിന് ശേഷം നേരത്തെ എഴുന്നേറ്റു പോകലാണ് അഫ്ദൽ എന്ന് പഠിപ്പിച്ച അതേ ഉസ്താദിന്റെ നേതൃത്വത്തിൽ മൈക്കിലൂടെ കൂട്ടപ്രാർത്ഥന പള്ളിയിൽ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടത് സംഭവിച്ചു? നിലപാടില്ലാത്തതുകൊണ്ട്. ആരോ എങ്ങനെയോ തളിക്കുക, എന്തോ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോവുക എന്നല്ലാതെ ദീനുമായോ, ദീനിൻ്റെ പ്രമാണവുമായോ, ദീനിൻ്റെ ഉസൂലുകളുമായോ ഈ പ്രസ്ഥാനത്തിന് യാതൊരു ബന്ധവുമില്ല. പിറകിൽ മഅ്മൂമുകൾക്ക് തശ്വീഷുണ്ടാക്കും, പിറകിൽ നിസ്കരിക്കുന്ന മഅ്മൂമുകൾക്ക് നിസ്കാരത്തിനെ ബാധിക്കും, അപ്പോൾ അത് ഹറാമാകും എന്ന് കിതാബിൽ നേരത്തെ പഠിപ്പിച്ച അതേ ഉസ്താദാണ് കൂട്ടപ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ നിലപാട്. ഇവരും ഷിയാക്കളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇവരും ഈ പറയുന്ന സമസ്തക്കാരും തമ്മിൽ എന്താണ് വ്യത്യാസം? ബിദ്അത്തിന്റെ ഗൗരവം അറിയാത്ത, ബിദ്അത്തുമായി സംബന്ധിച്ച് ചർച്ചകൾ ചെയ്യാത്ത, അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യങ്ങളെപ്പറ്റി മിണ്ടിയാ പറയും, പറയണ്ട, നിസാമുദ്ദീൻ്റെ ഉസൂലിനെതിരാണ്. ഇതെന്ത് പ്രസ്ഥാനമാണ്? ഇതെങ്ങനെയാ ദീനി പ്രസ്ഥാനമാവുക? ഇവർക്കെങ്ങനെയാ ദീനിൻ്റെ പ്രബോധകരെന്നുള്ള പേര് കൊള്ളുക, ചേരുക? ഇനി അഥവാ അവരോട് ചോദിച്ചാൽ, ഇല്ല ഉസ്താദേ, നേരത്തെ അത് പാടില്ല, ബിദ്അത്താന്ന് പഠിപ്പിച്ച നിങ്ങൾ തന്നെ ഇപ്പോൾ അത് ചെയ്തതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പറഞ്ഞേക്കാം, നാട്ടുകാരെല്ലാവരും വരുന്ന പള്ളിയല്ലേ, എല്ലാവരെയും നമ്മൾ പരിഗണിക്കണ്ടേ? ഏതാണ് ഈ ദീൻ? ഏതാണ് ഈ പരിഗണന? നിങ്ങളുടെ ഉസൂൽ എന്താണ്? ശരിയാണ്, ദീനുൽ ഇസ്ലാമിൽ മഹാന്മാർ പഠിപ്പിച്ചു വച്ച ഉസൂലുകളെ മറികടന്ന് സ്വയം സ്വപ്നത്തിലൂടെയോ
ഇൽഹാമിലൂടെയോ ഉണ്ടാക്കിയെടുത്ത ഉസൂലുകളെ പിൻപറ്റേണ്ടി വന്നാൽ ഇങ്ങനെയാണ് സംഭവിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷ പരിപാടി റബീഉൽ അവ്വൽ മാസത്തിൽ ഷിയാക്കൾ കൊണ്ടാടും. നമ്മുടെ നാട്ടിലുള്ള സമസ്ത ഷിയാക്കൾ. ദീനുൽ ഇസ്ലാമുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന കാര്യത്തിൽ ആർക്കാ തർക്കം? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെതിരാണത്. മുൻഗാമികൾക്കൊരു പരിചയമില്ല, അത് പക്ക ബിദ്അത്താണ് എന്നല്ല, പാപകരമായ കാര്യമാണ്. പക്ഷേ തബ്ലീഗ് ജമാഅത്ത് ആ ആഘോഷത്തിൽ പങ്കെടുക്കുന്നവരാണ്. അവർക്ക് അതിനൊന്നും ഒരു കൂസലില്ല, ഇൽമില്ല, ഒരു വിവരമില്ല, അവർക്കതിൻ്റെ ഗൗരവം അറിയില്ല. അവരിങ്ങനെ പുറം മൂച്ച് ഭംഗിയാക്കി പുറത്ത് അലങ്കൃതമായി സഞ്ചരിക്കുക. അതാണ് സൂഫികളുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ജൂതപ്പരിശകൾ സൂഫിസത്തെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നത്. അവർ ആത്മീയതയിൽ മുഴുകി ഒരു മൂലയിൽ നേതാക്കന്മാർ തെളിക്കുന്ന വഴിക്കങ്ങനെ പൊയ്ക്കോളും, ബാക്കി ചിന്തിക്കൊന്നുമില്ല. ആർക്കും അവരെ കൊണ്ട് തലവേദന ഉണ്ടാവില്ല. അതാണ് തബ്ലീഗ് പ്രസ്ഥാനം. ആർക്കും തലവേദനയില്ല, ആരെപ്പറ്റിയൊന്നും പറയുന്നില്ല, ആരെയും വിമർശിക്കുന്നില്ല, ആരെയും കുറ്റം പറയുന്നില്ല, അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഇടപെടുന്നില്ല. നല്ല പിള്ളയല്ല, അപകടകാരികൾ, കാപട്യത്തിൻ്റെ തിരുമുഖങ്ങൾ. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. റബീഉൽ അവ്വൽ ഞാൻ തളിപ്പറമ്പിൽ അൻസാറുൽ ഇസ്ലാം അറബിക് കോളേജിൽ ഹിഫ്ദ് പഠിക്കുന്ന കാലം, ഇന്നുണ്ടോ ഇല്ലേന്നറിയില്ല, പക്ഷെ അന്നുണ്ടായിരുന്നു. ഞാൻ ഇരുന്നിട്ടുണ്ട്, നേർക്കുനേരെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ തലമുതിർന്ന പ്രവർത്തകർ പള്ളിയിൽ കൂടിയിരുന്ന് മങ്കൂസ് മൗലീദ് പാരായണം ചെയ്യും. തബ്ലീഗിൻ്റെ മർക്കസിൽ. അവർ പഴയ കാലത്ത് ഷിയാക്കളായിരുന്നു. അടുത്ത കാലത്ത് തബ്ലീഗ് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അതിൻ്റെ ആളായി മാറിയതാണ്. അതിൻ്റെ ആളായി മാറിയപ്പോഴും കൽബിൻ്റെ കറ മാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹൃദയത്തിന്ന് ബിദ്അത്തിന്റെ ഖുറാഫാത്തിന്റെ കറകളെ ഉരച്ച് കളയാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് സാധിച്ചിട്ടില്ല? നേർവഴിക്കല്ല അവരുള്ളത്, മനഹജിലല്ല അവരുള്ളത്. അതുകൊണ്ട് തന്നെ ആ പഴയ ശീലമനുസരിച്ച് തബ്ലീഗിന്റെ മർക്കസിൽ കൂടിയിരുന്ന് മങ്കൂസ് മൗലീദ് പാരായണം ചെയ്തത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്, ഈ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്. അന്ന് നമ്മൾ ചെറുപ്പം ജാഹിലിയ്യത്തിൽ. എന്തുകൊണ്ട് സംഭവിച്ചു? തബ്ലീഗാരൻ നമ്മൾ വിചാരിക്കും പോലെയുള്ളതല്ല. അതിൻ്റെ ഉള്ളറകൾ തീർച്ചയായും നാട്ടിലുള്ള സമസ്ത ഷിയായിസത്തിൻ്റെ അതേ നിറം പേറുന്നവനാണ്. മാത്രമല്ല, ഈ ഇടക്ക് ഒരു വർഷം മുമ്പ് മടിക്കേരി സലഫി പള്ളിയിൽ ഖുത്ബയും കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയം വഴിക്ക് വെച്ച് തബ്ലീഗിൻ്റെ അറിയപ്പെട്ട ഒരു പണ്ഡിതനും അമീറും നേതാവും എന്നോടൊപ്പം വാഹനത്തിൽ കയറി. കാസർഗോഡ് ജില്ലയിലെ ചെർക്കള എന്ന് പറയുന്ന പ്രദേശത്തെത്തിയപ്പോൾ അവിടെ റബീഉൽ അവ്വൽ മാസം ആയതുകൊണ്ട് തന്നെ പച്ചകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. പച്ച തോരണങ്ങളും പച്ച കൊടിയും പച്ച സ്തൂപങ്ങളും. ഇത് കണ്ട ദീനീ പ്രബോധകൻ എന്ന് പറയുന്ന, ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കുന്ന വിളിക്കുന്ന ആളുകളെന്ന് പറയുന്ന ആ കൂട്ടത്തിൻ്റെ നേതാവും പണ്ഡിതനുമായ ഈ മനുഷ്യൻ എൻ്റെ അടുത്തിരുന്നിട്ട് പറയാൻ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ജനങ്ങൾക്ക് ദീനിനോടുള്ള സ്നേഹം നോക്കി, ജനങ്ങൾക്ക് പ്രവാചകനോടുള്ള സ്നേഹം നോക്കി. കൊണ്ട് അലങ്കരിച്ച കാഴ്ച കണ്ട് തബ്ലീഗിൻ്റെ ആലിമും അമീറും നേതാവും ഈ ഒരു വാക്ക് പറയണമെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? ശറഈയായിട്ടുള്ള ഇൽമുമായി യാതൊരു ബന്ധവുമില്ല, ദീനിൻ്റെ ഉസൂലുകളുമായിട്ടൊരു ബന്ധവുമില്ല, അഖീദയിലോ കലിമയിലോ അതല്ലെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുമായോ ഒരു ചർച്ചയുമില്ല, ഒരു ഉത്ബോധനവുമില്ല. ആ നിസാമുദ്ദീനിലെ സൂഫികളാകുന്ന മഹാന്മാർ എന്തെഴുതി കൊടുത്തുവോ ആ വഴിക്ക് സഞ്ചരിക്കുക. അതുകൊണ്ടാണ് അവരുടെ ഫളാഇലിൻ്റെ കിതാബുകളിൽ കെട്ടുകഥകളും കള്ളക്കഥകളും ഷിയാക്കൾ ഇന്ന് പറയുന്ന പോലത്തെ ഡിങ്കൻ കഥകളും വരാനുള്ള കാരണം ഉണ്ട്. ഇബ്നു അറബി എന്ന ദീനുൽ ഇസ്ലാമിൻ്റെ പ്രഗത്ഭരായ ഉലമാക്കൾ കുഫ്ർ മുദ്രകുത്തി അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താക്കിയ ഇബ്നു അറബി എന്ന കള്ളത്തരീഖത്തുകാരൻ്റെ ഉദ്ധരണികൾ വരെ ഫളാഇലിൻ്റെ കിതാബുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതവർ പള്ളിയിൽ വായിക്കുന്നുണ്ട്, അതവർ അനുസരിച്ച് അമലും ചെയ്യുന്നുണ്ട്. എവിടെ നിൽക്കുന്നു? വഹദത്തുൽ വുജൂദിൻ്റെ ആളുകൾ വരെ അടിമയാണ് റബ്ബ്, റബ്ബാൻ അടിമ.
അങ്ങനെ ദൈവം അടിമ അങ്ങനത്തെ സംഗതിയൊന്നുമില്ല എന്ന പിഴച്ച വാദം പറഞ്ഞ് ദീനിൽ നിന്ന് തന്നെ പുറത്തു പോയവരുടെ അഭിപ്രായങ്ങളും ഫളാഇലിൻ്റെ കിതാബുകളിലുണ്ട്. മരിച്ച മയ്യത്ത് എഴുന്നേൽക്കുന്ന, സ്വർഗത്തിൽ ചെന്ന് ജീവിച്ചിരിക്കുന്നവരോട് സംസാരിക്കുന്ന, അങ്ങനെ സ്വപ്നത്തിൻ്റെ കഥകൾ, കെട്ടുകഥകൾ, മായാവി കഥകൾ കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുന്നു ഈ ഫളാഇലിൻ്റെ കിതാബ്. എന്താണ് വ്യത്യാസം? നാം ഇവരെ തിരിച്ചറിയണം, ഇവരുടെ നിലപാട് നാം മനസ്സിലാക്കണം, ജനങ്ങൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അപകടമാണ്. കാരണം പുറമേ കാണുന്ന വേഷത്തിലും വർത്തമാനത്തിലും ശൈലിയിലും ആളുകൾ വീണുപോകുന്നുണ്ട്. അവരൊന്നും തിരിയാത്തവരായി, തസവൂഫിൻ്റെ കരിമ്പിടം പുടച്ച വക്താക്കളായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ ഈ വഴി മതി എന്ന് പറഞ്ഞ് സഞ്ചരിക്കുകയാണ് അബദ്ധത്തിലേക്ക്, അപകടത്തിലേക്ക്, ദ്വലാലത്തിൻ്റെ വഴികളിലേക്ക്. അതുകൊണ്ട് കൂടുതൽ പഠിക്കുക, അറിയുക, കൂടുതൽ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ തബ്ലീഗ് ജമാഅത്ത് എന്ന ഈ പ്രസ്ഥാനത്തിനെ ഉൾക്കൊള്ളിച്ച് ആളുകൾക്ക് അതിനെപ്പറ്റിയുള്ള ധാരണ ഉണ്ടാക്കി കൊടുക്കുക. അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. നല്ലത് പറയാനും നല്ലത് ചെയ്യാനും അവസാനം നല്ലവരായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാനും അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.